അതായത് അതിൽ ഉണ്ടായിരുന്നവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ടിയില്ലായിരുന്നു. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇത് അവരുടെ കുടുംബരേഖ അവർ ചേർക്കുകയും ആ കുടുംബരേഖയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുത്തവർ അവർ ആ ഒരു രേഖയിലോട്ട് കയറ്റണമല്ലോ, അങ്ങനെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ബിഷപ്പ് ഹൗസിൽ നമ്മൾ കൊണ്ട് കത്ത് കൊടുക്കുകയും അവിടെ ജസ്റ്റ് ഒരു ഫീസായിട്ട് ജസ്റ്റ് വാങ്ങിക്കുകയും ചെയ്യും. അത് ഒരു 150-200 രൂപ ആ രൂപ റേഞ്ചിലായിരിക്കും ഞാൻ കൊടുത്ത് വാങ്ങിച്ചത്. മറ്റു ഇപ്പം നിങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസി ആയതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായില്ല, പക്ഷേ അങ്ങനെ അല്ലാത്തവർക്കാകുമ്പം മറ്റ് പണം കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അതിൽ കുറച്ച് പേര് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ 2-3 പേര് ഹിന്ദുക്കളായിരുന്നിട്ട് ലാറ്റിൻ കാത്തലിക്കായിട്ട് മാറി വന്നവരുമുണ്ട്. അത് മറ്റ് സമുദായത്തിൽപ്പെട്ടവർ, നാടാറല്ലാതെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇതുപോലെ ലാറ്റിൻ കാത്തലിക്ക്, അത് ക്രിസ്ത്യൻ വിശ്വാസം വന്ന് ലാറ്റിൻ കാത്തലിക്കായിട്ട് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ലാറ്റിൻ കാത്തലിക് എന്നായിട്ടാണ് അടുത്ത് വരുന്നത്. ഇങ്ങനെ പലരും സർക്കാർ ജോലിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ? ഒത്തിരി പേര് അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട്. കാരണം 4% സംവരണമില്ലേ. നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. സർക്കാർ ജോലി കിട്ടാൻ പല തട്ടിപ്പും നടത്തുന്നവരുണ്ട് ഈ മലയാളക്കരയിൽ. ഇപ്പോൾ ഇതാ ജാതി മാറിയും മതം മാറിയും സർക്കാർ ജോലി തട്ടിയെടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്ത് ലത്തിൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് നേടിയെടുത്താണ് പുതിയ തട്ടിപ്പ്. ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് ബിഷപ്പുമാരുടെ സർട്ടിഫിക്കറ്റ് സഹായ രേഖയായി സമർപ്പിച്ച് അങ്ങനെ ലത്തിൻ കത്തോലിക്കരുടെ സംവരണം തട്ടിയെടുക്കുന്നു. 1947 മുമ്പ് ലത്തിൻ വിശ്വാസം പിന്തുടരുന്നവരുടെ പിന്മുറക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇങ്ങനെ തട്ടിയെടുക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ സൗകര്യപൂർവ്വം കണ്ണടയ്ക്കുന്നു. സംവരണത്തിന് വേണ്ടിയുള്ള ഈ കള്ളക്കളികൾ പുറത്തേക്ക് വരേണ്ടതല്ലേ? തട്ടിപ്പുകാരെ പിടികൂടാൻ ഈ സർക്കാർ തയ്യാറാകുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ആദ്യം ചേരുന്നത് ശ്രീ ശ്യാം ലൈജു തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാർ, എൻ്റെ സ്ഥലം കള്ളിക്കാടാണ് സാറേ. ഈ തട്ടിപ്പിനെ പറ്റി ശ്യാം ലൈജുവിന് എന്തറിയാം? എന്താണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നിർബാധം ഈ നാട്ടിൽ നടക്കാൻ കാരണം? സാർ, ഞാനും ആദ്യം ഈ ലത്തീൻ കത്തോലിക്ക സഭ വിശ്വാസിയായിരുന്നു. ലത്തീൻ കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ഒരു നമ്മുടെ പള്ളിയിൽ പോകുന്ന എല്ലാവരോടും ആദ്യം ഈ നാടാർ ക്രിസ്ത്യൻ എന്നിരിക്കുന്നതിന് പകരം ഫസ്റ്റ് ഘട്ടങ്ങളിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ, അതിനു മുമ്പ് അപ്പച്ചൻ എല്ലാ ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലത്തീൻ കത്തോലിക്ക പ്ലസ് നാടാർ എന്ന് കൂടെ വയ്ക്കാം, LC നാടാർ ക്രിസ്ത്യൻ എന്ന് വെക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ജനറേഷൻ വന്നപ്പോഴത്തേക്കും വെറും LC എന്ന് വെക്കണം എന്ന് പറഞ്ഞതിന് കാരണമാണ് ഞാൻ പിന്നെ CSI സഭയിലോട്ട് പോയത്. അപ്പോൾ അത്തരത്തില് പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇവര് ജാതി മാറ്റിക്കൊണ്ട് സംവരണം തട്ടിപ്പ് നടത്തിക്കൊണ്ട്, അതായത് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ മറ്റു വഴികളില്ലാത്ത മനുഷ്യർക്ക് ലഭിക്കേണ്ട സംവരണം അങ്ങനെ അട്ടിമറിച്ചെടുക്കുകയാണ് അല്ലേ? തീർച്ചയായും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. കാരണം വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ഭീമ ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജിയിൽ എല്ലാ ആൾക്കാരെയും, ഈ ലത്തീൻ കത്തോലിക്ക സഭയിൽ പോകുന്ന ഏകദേശം 99% പേരും നാടാർ സമുദായത്തിലുള്ളവരാണ് നമ്മുടെ ഈ ഭാഗത്ത്. 1% പോലും മുക്കോർ സമുദായം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ അവരെ എല്ലാവരെയും അവർ ലത്തീൻ കത്തോലിക്ക എന്ന് പറഞ്ഞ് വളരെ ഇത് അവര് പള്ളിയുടെ അച്ഛൻ പറഞ്ഞ് അങ്ങ് വയ്പ്പിക്കുകയാണ്, അല്ലെങ്കിൽ പള്ളിയുടെ കമ്മിറ്റിക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അവരെ ലത്തീൻ കത്തോലിക്ക സമുദായക്കാരാക്കിയെടുത്ത് സംവരണ തട്ടിപ്പ് നടത്തുകയാണ്. ഈ ലത്തീൻ കത്തോലിക്ക ഈ മുക്കോ സമുദായത്തിന് കിട്ടേണ്ട സംവരണത്തെ തന്നെയാണ് തട്ടിപ്പറിക്കുന്നത്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതായത് വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത്. ലിനു എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത്. ലിനു, വളരെ ഞെട്ടിക്കുന്ന ഒരു കഥയാണ് ഈ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ പല മതവിഭാഗങ്ങളിൽപ്പെട്ട പിന്നോക്ക സാഹചര്യങ്ങളിലുള്ള മനുഷ്യരുടെ പുരോഗമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്നതാണ് ഇത്തരം സംവരണങ്ങൾ. ഇവിടെ പട്ടിക വിഭാഗത്തിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരെ കൂടി ഉദ്ധരിക്കാനൊക്കെ വേണ്ടിയുള്ള സംവരണം. ഇത് സർക്കാർ ജോലികൾ ആളുകൾ ഇങ്ങനെ വാങ്ങിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു നടപടി വരാത്തത് എന്തുകൊണ്ടാണ്? സാർ, ഇത് വർഷങ്ങളായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുണ്ടാക്കിയ വളരെ വലിയൊരു തട്ടിപ്പാണ്. നമ്മൾ ഈ പുറത്ത് വന്നൊന്നുമല്ല ഈ തട്ടിപ്പ്, ഇതിലും വലിയ തട്ടിപ്പാണ്. അതായത് ഞാൻ കാഞ്ഞിരംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ കാഞ്ഞിരംകുളമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റുള്ളവരുള്ള 3 പള്ളി ഉണ്ട്. ഒന്ന് വെണ്ണുകുളം പള്ളി, അവരുടെ സബ്സ്റ്റേഷൻ നമ്മുടെ മലിനംകുളം ഭാഗത്തൊരു പള്ളിയുണ്ട്, പിന്നെ ചാണി ഭാഗത്ത് ഒരു പള്ളിയുണ്ട്. ഈ 3 പള്ളി നമ്മളൊരു 4 കിലോമീറ്ററിന്റെ ചുറ്റുള്ള വ്യത്യാസമേ ഉള്ളൂ.
അതിനകത്ത് ഈ ക്രൈസ്തവർ പള്ളിയിൽ അവര് സർട്ടിഫിക്കറ്റിന് അവർ പറയുന്നത് പള്ളിയിൽ ഞായറാഴ്ച മാത്രം പോയാൽ പോരാ, എല്ലാ പ്രാർത്ഥനയ്ക്കും പോകാം, എല്ലാ ദിവസത്തെ പ്രാർത്ഥനകൾ പങ്കെടുത്താൽ മാത്രമേ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞ് ഇതിന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ഇനി ആ വെൺകുളം പള്ളി വന്നിട്ട് പുതിയ പള്ളി കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ആയതേ ഉള്ളൂ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് പള്ളിപ്പണിക്ക് പൈസ ആവശ്യമുണ്ടായിരുന്നു. അവർ പല പല പദ്ധതികൾ ആസൂത്രണം ചെയ്തു, നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ, സാധാരണഗതിയിൽ ഇത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഒരു ഉദ്യോഗസ്ഥനാണല്ലോ, നമ്മുടെ സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് സഭയ്ക്ക് വെട്ടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് പള്ളിയിൽ നിന്ന് അച്ചു എഴുതി കൊടുക്കുന്നതാണ് 25,000 രൂപ മുതൽ 50,000 വരെ മേടിച്ചിട്ടുണ്ട്. ഇത്രയും പൈസ മേടിച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി ആൾക്കാരുടെ ഇനി ഈ പള്ളിപ്പണിക്ക് 5 ലക്ഷം 4 ലക്ഷം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ എമൗണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് ഓരോ ഗഡുവായിട്ട് അടയ്ക്കണം. ഈ ഗഡു കൃത്യസമയത്ത് അടച്ചു തീർത്തില്ലെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല പള്ളിയിൽ. അപ്പോൾ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് ഇതിന് ഈ ചൂഷണത്തിന് വേണ്ടി സാമ്പത്തിക ചൂഷണത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പല ആൾക്കാരും അവരുടെ പ്രമാണം പണയം വെച്ച് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെൺകുളം പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ട്. പണി പൂർത്തിയായിട്ടില്ല. ഇപ്പൊ തന്നെ 6,000 കോടി രൂപ ചെലവായിട്ടുണ്ട്. പണി പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ വർഷം പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു. ഇത് വളരെ വളരെ വലിയ സാമ്പത്തിക തിരിമറിയും തട്ടിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംവരണത്തിന്റെ പേരിൽ. അതായത് ഈ 6 മാസമൊക്കെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിനൊക്കെ കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് അല്ലേ? അതെ 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 അതെ. ഇത് അവര് ആ പാവപ്പെട്ട ജനവിഭാഗം കേരളത്തിന്റെ രക്ഷാ സൈന്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കുകയും ചെയ്യും. ഞാൻ അവിടെ നമുക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഴ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേടാണ്. അവരുടെ ജീവിതം തന്നെ വളരെ ദുരിതപൂർണ്ണമാണ്. 10 പൈസ വരുമാനം ഉണ്ടാകില്ല, ചെലവ് അതുപോലെയുണ്ട്. അവരാകെ അവർക്ക് മുന്നോട്ട് വരേണ്ട ഒരു അവസരമാണ് ഈ നഷ്ടപ്പെടുത്തുന്നത്. അവരെ പട്ടണ പാവങ്ങളൊക്കെ അവിടെ ഇട്ടിരിക്കണം. ഇവർക്കൊരു ബെൽറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സമരം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഇട്ടിരിക്കണം. ഇവിടുന്ന് ഇപ്പുറത്ത് കരയിൽ നിന്ന് ഈ വിഭാഗങ്ങളിൽ നിന്ന് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക, ഇതാണ് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പകൽ പോലെ വ്യക്തമാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ലാറ്റിൻ കാത്തലിക്കിന്റെ ഏതൊക്കെ പുതിയ പള്ളി വെക്കുന്നുണ്ട് അവിടെ എല്ലാം സാമ്പത്തിക ചൂഷണം വളരെ വലിയ രീതിയിൽ ഈ സംവരണത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഈ സർട്ടിഫിക്കറ്റിന് ബിഷപ്പിന്റെ ലെറ്റർ ഇവർ നിർബന്ധമാക്കുന്നതിന് ഏറ്റവും വലിയ തട്ടിപ്പാണ്. സർക്കാർ ചെയ്യേണ്ട സംവിധാനങ്ങളും സേവനങ്ങളും സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തണം എന്നാണ് എനിക്ക് പറയുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം നമ്മുടെ യൂട്യൂബിൽ നമുക്കിപ്പം ചില പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം ആളുകളൊക്കെ ചേർന്നിട്ടുണ്ട്. ഷിജു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഷിജു കിരൺ ബാബു എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മഞ്ജുഷിനോട് പിന്നെ ഈ തൻ്റെ റിഗാർഡ്സൊക്കെ അറിയിക്കണം എന്നാണ് ഷിജു പറയുന്നത്. അപ്പോൾ ആശംസകളൊക്കെ ഞാൻ അറിയിക്കാം. അപർണയ്ക്കും MG രേണുകയ്ക്കും ഒക്കെ ആശംസകൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിയറസ്റ്റ് പ്രവീണ ചേച്ചിക്കും ആശംസകളുണ്ട്. അപ്പോൾ പ്രവീണ ഇത് കേൾക്കുന്നുണ്ടല്ലോ, പ്രവീണയ്ക്ക് ഷിജു ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ഹൃദയങ്ങൾ എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രവീണയ്ക്ക് അവിടെയുണ്ട്, മറ്റുള്ളവർ ഇവിടെ ഇന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഞാനിത് അറിയിക്കാം. അവരിത് കാണുന്നുണ്ടാവും, എങ്കിലും പ്രവീണ പക്ഷേ നേരിട്ട് ഇത് നിയന്ത്രിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്, നമ്മുടെ PCR-ലിരുന്ന്. ഓക്കെ, ശിവൻകുട്ടി CR പറയുന്നത് ഈ തട്ടിപ്പിന് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം, ഇതിന് കൂട്ടുനിൽക്കുന്ന മത നേതാക്കൾക്ക് ശിക്ഷ കിട്ടണം, പണം മാത്രം മതി എന്ന ചിന്ത ശരിയല്ല എന്ന് പറയും. ശ്രീ രാജൻ കൊല്ലത്ത് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാജൻ, അങ്ങയ്ക്കൊരു പക്ഷേ ഇതറിയാമോ, ഇതെങ്ങനെയാണ് ഈ സാധാരണ നമ്മുടെ നാട്ടിൽ സാമൂഹ്യനീതി നടപ്പിലാക്കാനാണ് ഈ സംവരണം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു മതവിഭാഗത്തിലെ ആളുകൾക്ക് 4 സംവരണം കൊടുക്കുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ നേടിയെടുക്കാൻ കഴിയുന്നു. അതൊക്കെ ആ സമുദായത്തിലെ പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർക്കോ ഒക്കെ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്നു. സ്വാഭാവികമായി സാധാരണ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇവർ കൊണ്ടുപോകുന്നു. അങ്ങക്കിത് എന്ത് തോന്നുന്നു? എന്താണ് ഇതിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുക? ഇത് പിന്നെ ഒരു സമുദായത്തിൽ മാത്രമല്ല, പല സമുദായത്തിലും നടക്കുന്നുണ്ട്. ഈവൻ ഡൽഹിയിലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കൊടിക്കുന്നിൽ സുരേഷ് അധകൃതനാണോ? അവരുടെ വീട്ടുകാർ മുഴുവൻ പള്ളിയിലാണ് സാറേ പോകുന്നത്. എനിക്ക് നേരിട്ടറിയാം. കൊടിക്കുന്നിൽ സുരേഷ് ആ റിസർവ് സീറ്റിൽ നിന്ന് മത്സരിച്ച് 9 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച മനുഷ്യനാണ്. എന്ത് ഗുണം കേരളത്തിനുണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്തിനാ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്? പുള്ളി എങ്ങാണ്ടൊന്ന് എന്നിട്ട് താണവർഗ്ഗക്കാരൻ അതുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വന്ന് മത്സരിക്കുക. ഇത് ഒരു സമുദായത്തിൽ മാത്രമല്ല, ഈവൻ ഞാൻ മറ്റു സമുദായങ്ങളും ഒന്ന് കാണിച്ചുതരാം. ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഡൽഹിയിൽ. ഒരുപാട് തിരിമറികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. അതായത് സാധാരണ പാവപ്പെട്ട മനുഷ്യ വിഭാഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി വിഭാവനം ചെയ്ത നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തെ
മൊത്തത്തിൽ അട്ടിമറിക്കുക എന്നിട്ട് നേടിയെടുക്കുക അല്ലേ? കുറുക്കു വഴികൾ. അത് മൊത്തത്തിൽ അട്ടിമറിച്ച് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയിൽ ഇത് ജനങ്ങളെ എണ്ണണം, ജനങ്ങളെ സെൻസസ് എടുക്കണം, എത്ര ജാതി ഏതുണ്ട് അവർക്ക് അതിന് മാർക്ക് കൊടുക്കണം. ആ കാർഡിലും അത് അല്ല ശ്രീ രാജൻ, ഇപ്പൊ ഈ സാഹചര്യം നോക്കുകയാണെങ്കിൽ ജാതി സെൻസസ് എടുത്താൽ ഇത് അട്ടിമറിക്കപ്പെടൂലേ? ഇവർ ആ സെൻസസിൽ കടന്നുകൂടൂലേ? ഇല്ല, ഇങ്ങനത്തെ അച്ഛന്മാർ ഇഷ്യൂ ചെയ്യുന്ന അച്ഛന്മാരോ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാരോ ഇഷ്യൂ ചെയ്യുന്ന പേപ്പർ അംഗീകരിക്കരുത്. അതാ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു ഓക്സിലറി ഡാറ്റ എന്ന നിലയിൽ അല്ലെങ്കിൽ സഹായ രേഖ എന്ന നിലയിൽ കൊടുക്കുന്നത് ഇവരുടെ കത്താണ്. ഇതിന്റെ നിയമം ഇങ്ങനെ എഴുതി വെച്ചത് ഈ നമ്മുടെ മുമ്പൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികളാണ്. അതൊക്കെ മാറ്റണം. ഒരുപാട് മാറ്റങ്ങൾ വന്നതിൽ പറ്റത്തുള്ളൂ. ഇന്ത്യക്ക് ഡെമോക്രസി പറ്റിയതല്ല. ഒന്നാമത്തെ കാര്യം, ഡെമോക്രസി എന്ന് പറയുന്ന സംഗതി ഇന്ത്യക്ക് പറ്റിയ 56 ജാതിയുണ്ട്. അതിന്റെ കൂടെ മറ്റ് ജാതികൾ, അതിന്റെ കൂടെ പിരിവ് ജാതികൾ. ഇന്ത്യക്ക് ഡെമോക്രസി എന്ന് പറയുന്ന സംഗതി പറ്റിയതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ ഈ RSSന്റെ 1-2 ക്ലാസ്സുകളിൽ അനുവദിച്ചപ്പോഴാണ് ഇതിന്റെ അപകടം എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ എന്താ പറയുന്നത്, ലെബനോൺ എന്ന് പറഞ്ഞൊരു കൺട്രി വളരെ നല്ലൊരു കൺട്രിയാണ് സാറേ. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റിലെ യൂറോപ്പായിരുന്നത്. അവിടെ അവര് ഡെമോക്രസി വെച്ച് ജനാധിപത്യം വെച്ച് എല്ലാരെയും വിളിച്ചു കയറ്റി ഇപ്പൊ അത് മുസ്ലിമാ ഭരിക്കുന്നത്. നശിച്ച് നാറാണക്കല്ല് വെച്ച കൺട്രി. മനസ്സിലായില്ല സാറിന് ഞാൻ പറഞ്ഞതിന്റെ സാരം? അപ്പം ഡെമോക്രസി ചെയ്യേണ്ട നടപ്പിലാക്കേണ്ടത് ഇന്ത്യയിലല്ല. ഇന്ത്യയിൽ 56 ജാതിയുണ്ട്, 2000-ഓളം ദൈവങ്ങളും ദൈവികളും ഉണ്ട്. ഇതൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ട് വിശേഷം? ഒരുപാട് നാളായി സാറിനെ കണ്ടിട്ട്. അതെ, നമ്മൾ സംസാരിച്ചിട്ട് കുറെ ദിവസങ്ങളായി. ഞാൻ വിചാരിച്ചു എന്നെ തിരക്കൊന്നും, പക്ഷെ തിരക്കിയൊന്നുമില്ല. പിന്നെ ആ മഞ്ജുഷ് ഗോപാലിനോട് പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ശ്രദ്ധിച്ചു, പുള്ളി ചിരിക്കത്തേ ഇല്ല. ചുമ്മാ തന്നെ ഒന്ന് ചിരിക്കാൻ പറയണം. വെറുതെ ചിരിക്കല്ലോ, ആളുകൾ തെറ്റിദ്ധരിക്കും വേറെ വല്ല അസുഖമല്ലോ. അത് എനിക്ക് തോന്നുന്നത് ഗൗരവമേറിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ചിരിച്ചാൽ അതിന്റെ ഒരു ബലം പോകുന്നു. സാധാരണ ഇവിടെ മഞ്ജുഷ എല്ലാവരോടും സാധാരണ ഒരാളെ ഞങ്ങളൊക്കെ അവരെ വെച്ച് സംസാരിക്കുകയും കാപ്പി പിടിക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പൊ സാറ് ചിരിക്കുന്നില്ല നല്ല ഭംഗിയായിട്ട്, ഞാൻ ചിരിക്കുന്നില്ലേ? എന്ത് നഷ്ടമാ വരാൻ പോകുന്നത്? മനസ്സിനൊരു സന്തോഷം വരത്തില്ലേ? അതുപോലെ ആ മഞ്ജുഷ് ഗോപാൽ ഏത് സമയത്തും ഇങ്ങനെ ശ്വാസം പിടിച്ച് വലിച്ച് ചിറിയൊക്കെ കോട്ടി ഇടക്കൊന്ന് ചിരിക്കാൻ പറയണം പുള്ളിയോടെ. ഞാൻ പറയാം പുള്ളി, പക്ഷേ ഇത് അങ്ങാണോ ഇത് എഴുതിയിട്ട് സ്ക്രീനിൽ അന്ന് അല്ലേ? അങ്ങനെ എഴുതിയിട്ട് അപ്പൊ ഇത് കേട്ട് അവിടെ ഇരുന്ന് ചിരിക്കുന്നു എന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഡെസ്കിൽ ഇരുന്ന് ചിരിക്കുകയാണെന്ന്. ഏതായാലും പറയാം. ഏതായാലും പുള്ളി ഇന്നില്ല. ഞാൻ നാളെ ഒന്നും കൂടി ഞാൻ പറയുന്നുണ്ട് പരമാവധി ചിരിക്കാൻ. പക്ഷേ ഈ ഗൗരവമേറിയ ചർച്ചയും തർക്കവും ഒക്കെ നടക്കുമ്പോൾ ചിരി ചിലപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഈ ഗൗരവത്തിനിടയിലും നമ്മൾ തമാശയൊക്കെ പറയുന്നു, ചിരിക്കുന്നു, നമ്മൾ കൂട്ടുകാരെ സുഹൃത്തുക്കളാണ്. മറ്റത് അങ്ങനെയല്ല. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റാണ്. അവരിപ്പോൾ എത്ര ചിലപ്പോൾ ആ ഒരു ഗൗരവത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പണി ചെയ്താൽ മതി. ഒരു ദിവസം പിന്നെ പൊതുവേദി വരാൻ പറഞ്ഞാൽ മതി, ഞാൻ കാര്യം ചെയ്തോളാം. ശരി, നമുക്ക് നന്നായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീ കണ്ണൻ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീ കണ്ണൻ കേൾക്കാമോ? ഓക്കെ. ശ്രീ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും മതസംവരണം വേണമെന്ന ആവശ്യം വരികയാണ്. ഞാനിപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ശരിയാണ്, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴൊക്കെ ഈ പല മുസ്ലിം വിഭാഗമൊക്കെ പിന്നോക്കമാണ്, അപ്പോൾ അവർക്ക് സംവരണം കൊടുക്കുന്നത് തെറ്റില്ല എന്ന് ധരിച്ചു. പക്ഷേ ഈ മതാടിസ്ഥാനത്തിലുള്ള സംവരണം വരുമ്പോൾ എളുപ്പത്തിൽ ഇത് അട്ടിമറിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെലങ്കാനയിൽ കവിത പറയുന്നത് 10% മുസ്ലിം സംവരണം കൊടുക്കണമെന്നാണ്. മറ്റു പലയിടത്ത് ക്രിസ്ത്യൻ സംവരണം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ന്യൂനപക്ഷ സംവരണം എന്ന രീതിയിൽ ഇവർക്ക് കൊടുക്കണമെന്നുള്ള ആവശ്യം വരുന്നു. ഇതിനെയൊക്കെ എളുപ്പത്തിൽ അട്ടിമറിക്കാൻ കഴിയുന്നു എന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഈ തെളിവുകൾ നമ്മളുടെ മുന്നിൽ നിർത്തുന്നത്? നമസ്കാരം. എനിക്ക് ക്രിസ്ത്യൻ സഭയെ പറ്റിയോ ലത്തീൻ സഭയോ സീറോ മലബാർ സഭയോ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ വിവരമില്ല സാർ. അവരെന്ത് പഴിച്ചു സാർ? ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഇല്ലാത്തതിന്റെ തകരാറല്ലേ സാർ ഇത്? എങ്ങനെയാ സാർ ഈ തട്ടിപ്പ് നടത്തുക? ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം, അതായത് ഒരു വോട്ട് ബാങ്കുള്ള, യഥാർത്ഥത്തിൽ കണ്ടിന്യൂ ആയിട്ടൊരു വോട്ട് ബാങ്കുള്ള ഒരു മതസംഘടനയായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും അവർക്ക് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ബന്ധമുള്ളവരായാലും അവർക്ക് ഏതാ തട്ടിപ്പുകൾ നടത്താം, എല്ലാ വിധത്തിലും സംവരണങ്ങൾ മേടിച്ചെടുക്കാം. അതല്ലേ സാർ ഇവിടെ ഭയപ്പെടുകയില്ല. ഇപ്പൊ മുൻ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഒരു പള്ളിയിലെത്തുന്ന എഴുതി കൊടുത്ത രേഖ അംഗീകരിക്കാതിരിക്കാനുള്ള ആർജവുള്ള സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ടോ സാർ? ഇല്ല. ഇപ്പം തന്നെ നമ്മൾ നോക്കുക, വോട്ട് തട്ടിപ്പിനെ പറ്റി അത് ഉള്ള കാര്യമല്ല പറയുന്നത്. എങ്കിലും CPIM ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്താണെന്നറിയോ? RSS എന്ന് പറയുന്ന ഒരു സംഘടിത വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ട്. അതിനെ ഭയപ്പെട്ടിട്ടാണ്, അല്ലാതെ മറ്റൊന്നല്ല.
താങ്കൾ CPM മനസ്സിലാക്കിയിട്ട് പ്രതികരിച്ചല്ലോ, ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ. ഗോവിന്ദ മാഷ് എവിടെയാ സാർ? എന്തെങ്കിലും പറ. നമ്മൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇത് പരിശോധിക്കണം. രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണെന്ന് അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത്രയല്ലേ പറയുന്നുള്ളൂ, പിന്നെന്താ പറയേണ്ടത്? അതന്നെ നമുക്ക് കാണാമല്ലോ. ഇപ്പം മറ്റൊരു പ്രശ്നം പറയുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലായിടത്തും നടക്കുന്നുണ്ട്. ഈ ക്രമക്കേട് കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ വസിക്കുന്ന കേരളത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഭരണസിരാ കേന്ദ്രങ്ങളിൽ ബന്ധമുള്ളവരും മതസംഘടിത ഒരു വോട്ട് എന്തിനധികം പറയുന്നു 10,000 വോട്ടർ മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ അവർ പറയും പോലെ താലോലത്തിന് തുള്ളുന്ന 2 മുന്നണികളുമാണ് ഈ കേരളം ഭരിക്കുന്നത്. അതിന്റെ ഗതികേടില്ലാണ്ട് ഒരു സഭയെയും ഒരു മതത്തെയും ആരും കുറ്റം പറയണ്ട. ആനുകൂല്യങ്ങളെന്ന് അവരൊക്കെ താങ്കളുടെ അഭിപ്രായം. ഓക്കെ. അപ്പൊ എന്നോട് ഷിജു പറയും, ഞാനിപ്പോൾ ശരിയാ, ഷിജു പറഞ്ഞത് ശരിയാണ്. ഷിജു പറയുന്നത് മഞ്ജുഷ് ചിരിക്കുന്നില്ല എന്ന അഭിപ്രായം ആദ്യം പറഞ്ഞത് ഷിജു ആണ്, അദ്ദേഹം ചിരിക്കണമെന്ന് അവകാശപ്പെട്ടതെന്നും ഷിജു ആണ്. അപ്പം ഞാൻ രാജൻ കൊല്ലമാണെന്ന് ഞാൻ വിചാരിച്ചല്ല, ഷിജു ആണ്. അപ്പോൾ ഷിജു ഇപ്പോൾ അത് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഇന്ന് ആ അഭിപ്രായം രാജൻ കൊല്ലവും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഷിജുവിൻ്റെ അഭിപ്രായം ത്തിന് ശക്തി കൂടുകയാണ്, പലരും അതിന് പിന്തുണയുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും മഞ്ജുഷിനെ കൊണ്ട് ചിരിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ചന്ദ്രൻ നായർ. ശ്രീ ചന്ദ്രൻ നായർ, നമസ്കാരം. നമസ്കാരം സാറേ, ഈ കീർത്താസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് നിരവധി കേസുകൾ നിലവിലുള്ളതായിട്ട് എനിക്കറിയാം സാർ, ഇത്തരം കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ മറ്റു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ക്ഷേത്രങ്ങളിൽ വന്നിട്ട് കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട്. അത് ആ മാനുഷിക പരിഗണന വെച്ചും ആ കുട്ടികൾക്ക് ഗുണം കിട്ടാനുമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം സാർ. ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല വഴികൾക്കും നമ്മളും എന്താണെന്ന് വെച്ചാൽ കൂട്ടി നിൽക്കാറുണ്ട്, കുട്ടികളുടെ കാര്യമായതാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കീർത്താസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം കേസുകൾ നിലവിലുണ്ട് സാർ. അതെന്താണ് അവർ അവിടെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ അവരാണ് സാർ സമുദായത്തിനെ വേർതിരിച്ച് കണ്ടുപിടിക്കേണ്ടത്. അവരാണ് കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടുള്ള ആ സ്ഥാപനമാണ് ഇവരുടെ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്ന് കണ്ടുപിടിച്ച് സ്ഥിരീകരിച്ചു കൊടുക്കേണ്ട അവരാണ്. അവിടെയൊക്കെ ഈ തട്ടിപ്പാണ് നടക്കുന്നത് സാർ. അവിടെ തട്ടിപ്പെന്നല്ല സാർ, അവിടെയാണ് ഇതിന്റെ തീർപ്പ് കൽപ്പിക്കേണ്ട സ്ഥലം. അതായത് നമുക്ക് കേരളത്തിനകത്ത് എന്തെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് കീർത്താസ് ആണ്. അത് സർക്കാർ സ്ഥാപനമാണ് സാർ, സർക്കാർ സ്ഥാപനം തന്നെയാണ്. പക്ഷേ ആളുകൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നുള്ളത് സാർ ഉണ്ട് സാർ, ഉണ്ട്. അത് സാർ എനിക്ക് അനുഭവം ഉണ്ട് സാർ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് സാർ. അതായത് ഈ കുടുംബം എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ട്. സാറേ അത് മാനുഷികമാണ് സാറേ, അത് മാനുഷികമാണ്. അവർ പോകുന്നത് മറ്റൊരു സമുദായ വിശ്വാസത്തിലാണെങ്കിൽ തന്നെ മാനുഷികമാകും. അത് ക്രൂരതയല്ലേ? വേറെ അർഹിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട ആനുകൂല്യം സാർ കുട്ടികളുടെ സാർ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സാർ. അങ്ങനെ അതാണ് സാർ, ശരിയാണ് സാർ. എല്ലാ ഭാഗത്തും ഇതുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ അടുത്ത് പറയുന്നുള്ളൂ. മറ്റൊരു കുഞ്ഞിന് കിട്ടേണ്ടതല്ലേ അപ്പൊ നഷ്ടമായി പോകുന്നത്? അല്ല സാർ, അല്ലല്ല, മറ്റൊരു കുഞ്ഞിന് കിട്ടേണ്ടതല്ല സാർ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി ഇത് ഗ്രൂപ്പായിട്ടുള്ള ആണല്ലോ, ഒരു കുഞ്ഞിനുള്ളതല്ലല്ലോ. മറ്റവർക്ക് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അവർ കടന്നു കൂടുന്നുണ്ടല്ലോ. അവർ ശരിയായിട്ടുള്ള രീതിയിൽ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി തെളിയിച്ചും കൊണ്ട് അവർക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ടല്ലോ. ഇത് ആ കമ്മ്യൂണിറ്റി പെടാത്ത കുട്ടികളാണ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഉണ്ട് സാർ, ഇത് ഉണ്ട്. ഇവിടെ നല്ല എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു സഹായം എന്നുള്ള രീതിയിലാണ്. അതിൽ കൂടുതലൊന്നും അതിനകത്ത് കാണണ്ട സാർ. ഇത് എനിക്കറിയില്ല. ശ്രീ ബാലൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലൻ കേൾക്കാമോ? ശ്രീ ബാലുമായി സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഏതായാലും ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. എനിക്ക് തന്നെ ഇത് മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ തട്ടിപ്പും വ്യാപ്തി. ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രദീപ് നെടുമണാണ്, ഇവിടുത്തെ ഒരു മുതിർന്ന സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായ പ്രദീപ് നെടുമണാണ് ഈ വാർത്തയുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോയത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതരത്തിൽ മനുഷ്യരെ ഞെട്ടിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും ജോലി തട്ടിയെടുക്കുക, അവസരങ്ങൾ തട്ടിയെടുക്കുക, ഇതിനു വേണ്ടി ആളുകൾ എന്തൊക്കെ വഴികളാണ് ആലോചിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സമുദായത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറുന്നതിൻ്റെ ലക്ഷ്യം ഞാൻ വിചാരിച്ച പലപ്പോഴും ആ മതത്തിൻ്റെ ആശയങ്ങളോടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മൂല്യങ്ങളോടോ ഒക്കെയുള്ള ബഹുമാനം കൊണ്ടാണ്. ഇത് അതൊന്നുമല്ല, വെറും ലാഭത്തിന് വേണ്ടി മാറുക, എന്നിട്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുക. അപ്പോൾ അവിടെയുള്ള ആ പാവപ്പെട്ട മനുഷ്യർ മൊത്തത്തിൽ പെരുവഴിയിലാകുക. ഹലോ, നമസ്കാരം. നമ്മുടെ കിരൺ എന്ത് പറ്റി? മനുവിന്റെ പനിമാരൊക്കെ കിരണ് പനി പിടിച്ചോ? അല്ല, കിരൺ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം രാജ്യ തലസ്ഥാനത്ത് സന്ദർശിക്കും. ഇന്ദ്രപ്രസ്ഥത്തിലാണല്ലേ? അതെ.
ഇവിടെ ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അതിൽ ഞെട്ടിക്കുന്നൊന്നല്ല, അത് ഒരുപാട് ഞെട്ടേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഈ 2 കമ്മ്യൂണിറ്റികളുടെ ഭാഗത്ത് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടൊക്കെ ഈ ഉടായ്പ അത്യാവശ്യം നടക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മുടെ ചന്ദ്രൻ നായർ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല വലിയവർക്ക് വേണ്ടിയിട്ടും ഇഷ്ടം പോലെ ഈ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് സൊല്യൂഷൻ എന്നുള്ളത് പിന്നെ നമ്മുടെ സാമൂഹ്യനീതി എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ ഭരണഘടന എഴുതിച്ച കാലത്ത് ചെയ്തിട്ട ഒരു പരിപാടിയാണ് ഈ സംവരണം. അന്നത്തെ അത്രയും ആ കാലത്തിന് ശേഷം നമ്മളൊന്ന് ഒരുപാട് മാറി, കേരളത്തിലെങ്കിലും ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതിന് ഒറ്റ വഴിയുള്ളൂ, ഈ ജാതി സംവരണം എന്നുള്ളത് മാറ്റിയിട്ട് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുക. അതിനേക്കാൾ അപകടകരമാണ്. സാമ്പത്തിക സംവരണം വന്നാൽ പിന്നെ പാവപ്പെട്ട ഈ ചുമട്ടുതൊഴിലാളി അല്ലെങ്കിൽ മറ്റേ ചെരുപ്പുകുത്തിയുടെ പാവപ്പെട്ട ചെരുപ്പുകുത്തിയും പാവപ്പെട്ട ഒരു ഉന്നത ജാതിക്കാരൻ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? സ്വാഭാവികമായി പാവപ്പെട്ട ഉന്നത ജാതിക്കാരൻ ജയിക്കും. അപ്പൊ മുഴുവൻ അവർക്ക് സംവരണം എന്നുള്ള തരത്തിലാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നടത്തുന്ന, അതാ ഞാൻ പറഞ്ഞത്, സാമ്പത്തികമായി സംവരണം ഏർപ്പെടുത്തിയുള്ള വലിയ പ്രശ്നം അന്നേ ഇത് പണ്ഡിറ്റ് നെഹ്റു ഉന്നയിച്ചതാണ് സാമ്പത്തിക സംവരണം എന്ന്. അന്നേ ഇതിന് അംബേദ്കർ പറഞ്ഞൊരു കാര്യം, 90% ഉയർന്ന ജാതിക്കാരാണ്, പിന്നെയുള്ള 10% മത്സരം നടക്കുന്ന ആരാ? പാവപ്പെട്ട ബ്രാഹ്മണന്റെയും പാവപ്പെട്ട ചെരുപ്പുത്തിയുടെയും മകൻ തമ്മിലാണ് പിന്നെ മത്സരം നടക്കുന്നത്. ഈ 10%. സ്വാഭാവികമായി ആര് ജയിക്കും? 10% അവർ ജയിക്കും. അപ്പോൾ ഉന്നത ജാതിക്കാരന് 100% സംവരണം നൽകുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലതെന്ന് അംബേദ്കർ അന്ന് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അതല്ല, ഇവിടെ ഈ മതാടിസ്ഥാനത്തിലുള്ള സംവരണമാണോ ഇതിന്റെ അപകടം എന്നാണ്. അത് അന്നേ ചില സുപ്രീം കോടതി ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈ മതാടിസ്ഥാനത്തിലുള്ള സംവരണം നൽകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ആർക്കും സംവരണം ഇല്ലെന്ന് തോന്നിയാൽ ഒരു മതവിഭാഗത്തിന് സംവരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് അങ്ങ് മാറാലോ. യെസ്, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ജയകുമാർ, പറഞ്ഞോളൂ. ശ്രീ ജയകുമാർ, ഇത് നമുക്കറിയാം ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. ഞാനതിൻ്റെ കണക്കുകളൊക്കെ കഴിഞ്ഞ തവണ എടുത്തു നോക്കിയപ്പോൾ പലപ്പോഴും ഈ വിഭാഗത്തിന് അർഹിക്കുന്നൊരു ആനുകൂല്യം സംസ്ഥാന സർക്കാരിൻ്റെ ജോലികളിൽ പോലും ഇല്ല. വെറും 4.13% ആളുകളാണ് ഈ ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്ന് സർക്കാർ സർവീസുകളിൽ ഉള്ളത്. അതേസമയം ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മറ്റ് ഈ ക്രൈസ്തവരിൽ വിഭാഗങ്ങളിൽ നിന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി വളരെ കുറവ് പ്രാതിനിധ്യമുള്ള വിഭാഗമാണ് ഈ ലത്തീൻ കസ്റ്റ്. ആ വിഭാഗത്തിൻ്റെ ആനുകൂല്യങ്ങളാണ് തട്ടിയെടുക്കുന്നത് അല്ലേ? സുഹൃത്തേ, ഇത് നേരത്തെ ചിലത് EWSന്റെ അതായത് ഇക്കണോമിക് വീക്കർ സെക്ഷന്റെ കാര്യങ്ങളൂടെ പറഞ്ഞു. ഇതിലെ അടിസ്ഥാന പ്രശ്നം ഈ കേരളത്തിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ നമ്മുടെ കളിയിക്കാളപ്പുറത്ത് അരക്കോണത്തിനപ്പുറത്തോ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു റോഡിനപ്പുറത്തോട്ട് പോയാൽ ഇതല്ല നീതി. ഇങ്ങനെയല്ല. ഈ ലാറ്റിൻ എന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസമല്ലേ? ഈ ലാറ്റിൻ എന്ന് പറയുന്ന ജനത ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ടോ? ലാറ്റിൻ അമേരിക്കയിലല്ലേ ഉള്ളൂ. അപ്പൊ ലാറ്റിൻ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ ആരാധന നടത്തുന്ന കത്തോലിക്ക ആരാധന രീതിയിൽ ആരാധന നടക്കുന്ന ക്രൈസ്തവ വിഭാഗമാണ്. അതൊരു ജനതയല്ല. ഇവിടെ 2010 നിങ്ങൾ ഈ പറയുന്ന ലാറ്റിൻ 4% വരുന്ന ലത്തീൻ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവ് വന്നതാണ് പ്രശ്നം. അതിൽ പറയുന്നത് എന്താ? ലത്തീൻ ഈഴവ, ലത്തീൻ നാടാർ, ലത്തീൻ മുക്കുവ എന്ന് അടയാളപ്പെടുത്തിയാലും വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് LC എന്ന്, അതായത് ലത്തീൻ കത്തോലിക്ക എന്ന് മാത്രമേ ഇത് കൊടുക്കാവൂ എന്നൊരു അതെ. ഞാൻ ഇപ്പോൾ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ചോദിച്ചോട്ടെ. ഒരു പൗരന് 2 സമുദായ വ്യക്തിത്വം എങ്ങനെയാണ് നിലനിൽക്കുക? ഈഴവ എന്ന് പറഞ്ഞൊരു സമുദായമാണ്, നാടാർ എന്ന് പറഞ്ഞൊരു സമുദായമാണ്, മുക്കുവ എന്ന് പറയുന്ന ഒരു സമുദായമാണ്, ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ്. ഇതാണല്ലോ അതിനകത്ത് വരുന്നത്. അപ്പൊ ഒരു സമുദായത്തിന് ഒരു പൗരന് 2 സമുദായ വ്യക്തിത്വം എങ്ങനെ നിലനിൽക്കുക? മുക്കുവായിട്ട് നിന്നാ പോരെ. അവരെന്തിനാ ലത്തീനെന്ന് നിങ്ങൾ പറയുന്നത്? മുക്കുവ സമുദായം എന്ന് അടയാളപ്പെടുന്നത് ഇപ്പൊ ജാതീയ സർവേ വരുന്നു. ഈ ജാതീയ സർവേ വരുമ്പോ അവര് എന്താണ് അടയാളപ്പെടുത്തുന്നത്? അവരെ സ്വത്വം ഇല്ലാതല്ലേ? ഈ മുക്കുവ എന്ന് പറയുന്ന ജനവിഭാഗത്തിന് ഇവിടെ ഒരു ചരിത്രം ഉണ്ടല്ലോ. ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് നീങ്ങുമ്പോ ആയിക്കോട്ടെ. അതിന് നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രശ്നമാണ്. 947 മുമ്പാണ് ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയവർ ചില ഉദ്യോഗങ്ങളിലും സാമൂഹ്യ പദവികളിലും വന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ ഒരു പരിഗണന വെച്ചത്. അത് പാടില്ല എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാൻ ഒറ്റ കാര്യം നിങ്ങൾക്ക് ആശയ വ്യക്തമാക്കി തരാം. ഇപ്പൊ ദളിത് സംവരണത്തിൽ SC ST ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ടൈപ്സിന് പ്രത്യേക സംവരണം ഉള്ളപ്പോ തന്നെ 947 മുമ്പ് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചവർക്ക് പരിവർത്തിത ക്രിസ്ത്യാനികൾ ഉൾപ്പെടുത്തി 1% സംവരണം വേറെയാണ് കൊടുക്കുന്നത്.
മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവര് ഈ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്ത് ഈ ക്രിസ്ത്യൻ മതം സ്വീകരിച്ച് ഭരണകൂടത്തോടൊപ്പം നിന്ന ആളുകൾക്ക് ഉദ്യോഗങ്ങൾ കിട്ടിയിട്ടുണ്ട്, സാമൂഹ്യ പദവികൾ കിട്ടിയിട്ടുണ്ട്. അവർ സമൂഹത്തിൽ അവരുടെ സാമൂഹ്യ പദവികളിൽ ഉന്നതിയിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഗണന വന്നത്. അതേപോലെ തന്നെയാണ് ഈ OBC സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചവർക്ക് പിന്നെ അവര് സാമൂഹ്യ പദവിയിൽ വന്ന മാറ്റത്തിനനുസരിച്ചാണ് വേരിയേഷൻ വന്ന. ഇനി അതിന്റെ പ്രസക്തിയില്ലല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കാലഘട്ടമായി? അപ്പൊ ജാതീയമായിട്ട് അവരെ അടയാളപ്പെടുത്തിയാൽ പോരെ. ഇപ്പൊ ഉദാഹരണത്തിന് ഒറ്റ കാര്യം, നേരത്തെ ഈ ഇവര് EWS പറയുകയാണ്. ഈ EWSന് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ കേരള ഗവൺമെന്റ് 2021 ജൂൺ 14 EWS ലിസ്റ്റിൽപ്പെട്ടവർ കുറച്ചുപേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. 164 പേര് വരുന്നുണ്ട് അതിൽ. ആ 164 വിഭാഗങ്ങളിൽ 148 മുതൽ മനസ്സിലാവല്ലോ, 148 കാൽവിയൻ സിറിയൻ ക്രിസ്ത്യൻ, 149 ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, 150 ഇവാഞ്ചലിക്കൽ ചർച്ച്, 151 സ്വതന്ത്ര സിറിയൻ ക്രിസ്ത്യൻ, 152 പെന്തക്കോസ്ത്. ഇതെല്ലാം വരുന്ന EWS ലിസ്റ്റിലാണ്. പക്ഷെ ഇങ്ങനെ 16 വിഭാഗങ്ങൾ EWS ലിസ്റ്റിൽ പെടുന്നു. അവരാരെ കൂടെയാ? ഈ മുന്നോക്കത്തിന്റെ ലിസ്റ്റിൽ പെടുന്നവരാണ്. പക്ഷെ അതിൽ വിശ്വാസ വിഭാഗങ്ങൾ ആരാണ്? കത്തോലിക്കയിലായാലും പ്രൊട്ടസ്റ്റന്റിലായാലും പെന്തക്കോസ്റ്റിലായാലും വിശ്വാസ വിഭാഗങ്ങൾ ആരാണ്? ഈ പറയുന്ന OBC വിഭാഗത്തിലും SC ട്രൈബ്സ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരെന്തെന്ന് അടയാളപ്പെടുത്തും? ഈ സഭയുടെ പേരിൽ അടയാളപ്പെടുത്തിയാൽ ഇവർ എവിടെ പോവും? EWSൽ പോവും. വില്ലേജ് ഓഫീസ് EWSൽ എന്ന് പറഞ്ഞ് റവന്യൂ അധികാരികൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുവോ? ഇതേ പ്രശ്നം അവിടെയും വരില്ലേ? അപ്പൊ ഇതെന്തിനാണ്? ഇത് കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം. ജാതീയ സർവേ വരുമ്പോ അവർക്ക് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം. അപ്പൊ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഈ ജാതി സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഇവർ ഏത് ജാതിയിലായിരുന്നു ആ ജാതി സർട്ടിഫിക്കറ്റ് തന്നെ കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ വരില്ലല്ലോ. അതിൽ വേറൊരു വിഷയമുണ്ട്. ഇപ്പോ തീരദേശ മത്സ്യത്തൊഴിലാളി നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുക്കുവ എന്ന് പറയുന്നത്, ആ തീരദേശ മത്സ്യത്തൊഴിലാളി ഞാൻ നേരത്തെ പറഞ്ഞു അരയാനുഴയ മുഖയ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഹിന്ദു ആചാരപ്രകാരം ധീവരയിൽ അവർക്ക് 1% സംവരണമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മാതാ അമൃതാനന്ദമയി ദേവി, അവര് അരയ സമുദായത്തിൽപ്പെട്ട ആളാണ്. മനസ്സിലാവല്ലോ സാർ? അപ്പൊ അവരിൽ ഈ LC മതവിശ്വാസികളായ ആളുകൾക്കല്ലേ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അവർ CSCയിലോ പ്രൊട്ടസ്റ്റന്റിലോ പെന്തക്കോസ്റ്റിലോ പിന്നെ വിശ്വാസത്തിൽ നിൽക്കുന്ന ജനവിഭാഗമാണെങ്കിൽ അവർക്ക് എങ്ങനെ LC സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ആ ഒരു വിഷയം വരും. അത് ഈ മുക്കോയ്ക്ക് മാത്രമല്ല, നാടാരിലുണ്ട്. നാടാരാണ് ഏറ്റവും കൂടുതൽ. ഈ നാടാർ സമുദായത്തിൽപ്പെട്ടവൻ എന്താണ്? എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. മുസ്ലിം ഉണ്ട്, ഈ യഹൂദ മതം സ്വീകരിച്ച ആളുകളുണ്ട്. ഇവര് ഈ വലിയ ഓഫീസർ റവന്യൂ അധികാരികളൊന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹിന്ദു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു, നാടാർ ഹിന്ദു എന്ന് പറയും. അവര് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു കല്ലറ കാണും. ഈ കല്ലറ കെട്ടുന്ന ഹിന്ദു ഒരിക്കലും കല്ലറ കെട്ടില്ല, അവന് നാടാർ ഹിന്ദു സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. ഇനി അവൻ CSI എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന LC എന്നോ RC എന്നോ പറയും. ഇത് എല്ലാം കൂടെ അപ്പുറത്ത് പോയ തമിഴ്നാട്ടിൽ പോയ RC മാത്രമേ ഉള്ളൂ. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ RC മാത്രമേ ഉള്ളൂ. വേറെ ഡിനോമിനേഷൻ ഒന്നുമില്ല. LCയും ഇല്ല, സിറിയൻ കാത്തലിക്സ് ഇല്ല, മലങ്കരയും ഇല്ല, ഒന്നുമില്ല. RC എന്ന് മാത്രമേ അറിയപ്പെടൂ. ഇവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ അവരെന്ത് ചെയ്യും? വീട്ടിൽ വന്ന് നോക്കുമ്പോൾ CSI എന്നോ LC എന്നോ അല്ലെങ്കിൽ സീറോ മലബാർ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നോക്കും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇവര് പിന്നെ ഈ പെന്തക്കോസ് ആണെങ്കിൽ ആഭരണം ധരിക്കില്ല, പിന്നെ ആടയാഭരണങ്ങൾ ധരിക്കില്ല. അതുകൊണ്ട് ഇവ സംശയമായിട്ട് തിരിച്ചു പോകും. ഇനി പെന്തക്കോസ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയില്ല, വീട്ടിൽ വരുമ്പോൾ ആഭരണം ഇട്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റും കിട്ടാത്ത ഒരു സംവിധാനമായിട്ട് മാറുന്നു. തിരിച്ച് ജാതീയമായി അടയാളപ്പെടുത്തിയാൽ, അവനെ സമുദായമായി അടയാളപ്പെടുത്തിയാൽ ഈ പ്രശ്നമില്ലല്ലോ. അത് മുഖ്യക്കും ഇല്ല, ദളിത് സമൂഹങ്ങൾക്കും ഇല്ല, ഈ OBC വിഭാഗങ്ങൾക്കും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരന്റെ കാലം മുതലേ ഒരുപാട് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ ആതുര സേവന രംഗത്തൊക്കെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അതില്ലാതാവും. അപ്പൊ ആ താല്പര്യങ്ങളാണ് ഇതിന്റെ പുറകിൽ കടന്ന് കളിക്കുന്നത്. അതിനായുധമാക്കുന്ന ഈ പാവപ്പെട്ട ജനതയാണ്. അതുകൊണ്ട് ജനം ഈ മറ്റിടത്തുണ്ടല്ലോ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി, അല്ലെങ്കിൽ തമിഴ്നാട്, തൊട്ടടുത്ത തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയിൽ, ഇവിടെ എല്ലാം തീരദേശം ഉണ്ടല്ലോ. അവിടെ എല്ലാം വരുന്ന നിയമം ഇവിടെ നടപ്പിലാക്കിയാൽ പോരെ? ഈ സ്റ്റേറ്റിൽ മാത്രം ഈ കൺഫ്യൂഷൻ എന്തിനാണ് നിലനിൽക്കുന്നത്? അപ്പൊ സർക്കാർ പോളിസി മാറ്റർ എന്നുള്ള നിലയിൽ ഇതിനെ പിന്നെ സമുദായമേതോ അവന് അവന്റെ മൗലികാവകാശത്തിന്റെ ആനുപാതിക പ്രാതിനിധ്യം കൊടുക്കണം. ഇപ്പോ ഉദ്ദേശിക്കുന്നത് റിലിജിയൻ എന്നത് മാറണം. അതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. അതാണല്ലോ ജാതീയ സർവേയുടെ മാനദണ്ഡം പറയുന്നത്. അത് ഇവിടെ നടപ്പിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഈ മതവിഭാഗങ്ങൾ ആരാണ് ഈ മൗലികാവകാശങ്ങൾ? ഇപ്പൊ ലാറ്റിൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലാറ്റിൻ അമേരിക്കയിലെ സംസാര ഭാഷ, സിറിയൻ എന്ന് പറയുന്നത് സിറിയയിലെ സംസാര ഭാഷ. ഇവിടെ ഈ ഭാഷയ്ക്കനുസരിച്ച് മൗലികാവകാശങ്ങൾ കൊടുക്കാൻ പറ്റുമോ?
പ്രൊട്ടസ്റ്റന്റ് മതങ്ങൾ വിവിധ, ഇപ്പൊ ലൂതറൻ എന്ന് പറയുന്ന ആഫ്രിക്കയിലുള്ള പിന്നെ ഫ്രഞ്ച് സഭയുണ്ട്. പിന്നെ ലണ്ടനിൽ എന്ന് വന്നെയാണ് കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇവിടെ ഉള്ളത്. കാരണം അവരിവിടെ നൂറ്റാണ്ടുകളോളം ഭരിച്ചതുകൊണ്ട് അതെല്ലാം അവരുടെ ഭാഷയിൽ ആരാധന നടത്തുമെന്ന് പറഞ്ഞാൽ ആ ഭാഷയ്ക്കനുസരിച്ച് ഇവിടെ മൗലികാവകാശങ്ങൾ കൊടുക്കാൻ പറ്റുമോ? അവരിവിടുത്തെ ജനതയാണോ? അല്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നവരല്ലേ ഇവിടുത്തെ ജനത. അവർക്കല്ലേ പൗരാവകാശങ്ങൾ കൊടുക്കേണ്ടത്. ഇത് കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിൽ ഇല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ലേ ഈ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അവരെ അടിസ്ഥാന ജനത ആര്? കേരളത്തിലെ അടിസ്ഥാന ജനത ആര്? ഇപ്പോ നിങ്ങൾ ഈ ലത്തീൻ എന്ന് പറഞ്ഞാൽ അത് തീരദേശ മത്സ്യത്തൊഴിലാളികളായ ജനവിഭാഗങ്ങളാണ്. അവര് മുമ്പേ അടയാളപ്പെടുത്തിയിരുന്നു, മീനവർ എന്ന് അടയാളപ്പെടുത്തിയിരുന്നു. ഇപ്പോ തിണഗോത്ര കാലഘട്ടത്തെ ഇവരിവിടെ ഉണ്ട്. സംഘകാലഘട്ടത്തിലെ തിണഗോത്രം പറയുമ്പോൾ തീരദേശ നെയ്തൽ മേഖല എന്നാണ് അവരെ പറയുന്നത്. അവരെ മീനവർ എന്നും പർവ്വതർ എന്നാണ് പറഞ്ഞത്. പിൽക്കാലത്ത് രാജകീയ ഭരണങ്ങളും നാട്ടു രീതികളും മാറുമ്പോഴാണ് അവർ അരസനാണ് അരസൻ എന്ന് പറഞ്ഞ രാജാവെന്ന അർത്ഥം. അവനാണ് അരയനായത്. ആ അരയ സമൂഹത്തിൽപ്പെട്ടതാണ് മാതാ അമൃതാനന്ദമയി ദേവി. അപ്പൊ അവരുടെ അസ്തിത്വം ഇല്ലാതാക്കിക്കൊണ്ട് ലാറ്റിൻ അമേരിക്കയിലെ ഒരു ഭാഷയും കൊടുത്തിട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന രീതി തന്നെ മാറ്റണം. അങ്ങനെ ഒരു സാധനം ഇല്ല ഇവിടെ. അവരെ മീനവൻ എന്ന് അടയാളപ്പെടുത്തണം. തീരദേശ മത്സ്യത്തൊഴിലാളി എന്ന് വേണമെങ്കിൽ പുരോഗമന ഭാഷയിൽ അടയാളപ്പെടുത്തണം. എന്താണോ ഭരണഘടനയും ഇവിടത്തെ സംസ്കാരവും അനുവദിക്കുന്നത് അത് അടയാളപ്പെടുത്തണം. എന്തിനാണ് ഈ വിദേശത്തുള്ള സംവിധാനം ഇവിടെ അടിച്ചേൽപ്പിക്കുക? അതായത് 1947 പറഞ്ഞു വിട്ടില്ലേ? ഇവിടെ ഇപ്പോ ഉള്ളത് ഒരു ജനാധിപത്യ സർക്കാരും പൗരനും അല്ലേ, പ്രജയില്ലല്ലോ ഇവിടെ. ഒരു വിശ്വാസത്തിന്റെ അടിമയാവുന്ന എന്തിനാ? പ്രജയാണ് അവര്, അല്ലല്ല, പൗരനല്ലേ. പൗരാവകാശങ്ങൾ കിട്ടുന്നത് ആരുടെയെങ്കിലും അനുവാദത്തോടു കൂടിയാണോ? അതെന്തിനാ ഇവിടെ ഇടനില വയ്ക്കുന്നത്? അത് തന്നെ നിയമവിരുദ്ധമല്ലേ, രാജ്യദ്രോഹമല്ലേ. അപ്പൊ അതിന് നിയമ നടപടി സ്വീകരിക്കണ്ടേ? ആ നിയമ നടപടി വരാത്തിടത്തോളം കാലം ഈ കാപട്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും, ഈ കച്ചവടങ്ങൾ നടക്കും. ഇത് മാത്രമല്ലല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഈ സംവിധാനങ്ങളൊക്കെ എന്തിനാണ് ഗവൺമെന്റിനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇവർ കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളുണ്ട്, ഇവർ നിയമിക്കുന്നവർ കോടാനുകോടി രൂപ വാങ്ങിച്ചിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ 1 കോടി രൂപയുണ്ട്. ഒരു കോളേജിൽ ചെന്ന് പോസ്റ്റ് ചെയ്ത 1.5 കോടി രൂപയുണ്ട്. ശമ്പളം കൊടുക്കുന്നേരാ? ഇവിടുത്തെ ഗവൺമെന്റ്. പൊതുഖജനാവിലെ പൈസ, പൗരന്റെ പൈസ. ഇത് നിർത്തണ്ടേ ഇവിടെ? അതിന് ഈ ആളുകളെ കവചമായിട്ട് ഉപയോഗിക്കുന്ന എന്തിനാ ഈ പാവപ്പെട്ട ആളുകളെ? വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. ഓക്കെ, എന്നോടൊപ്പം ജോസഫ് കൂടി ചേരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ് പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറച്ച് കാലമായി അല്ലേ ശ്രീ ജോസഫ്? എനിക്ക് ശ്രീ ജോസഫിലേക്ക് ഞാൻ വരാം, ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. എബ്രഹാം, ഹലോ, ഇത് ജോസഫ് ആണോ? ശ്രീ എബ്രഹാം? എബ്രഹാം. ശ്രീ എബ്രഹാം, ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നത് ഇപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു. അത് ഇവിടുത്തെ സമുദായങ്ങൾ എന്ന നിലയിൽ തന്നെ അവരെ അടയാളപ്പെടുത്തി ആ നിലയിൽ കൊടുക്കണമെന്ന്. അങ്ങനെ കൊണ്ട് ഈ പ്രശ്നം തീരും എന്ന് കരുതാനാകുമോ? സാർ, ഒരു രീതിയിൽ അങ്ങനെ ഈ പ്രശ്നം തീരത്തില്ല. ഒന്നാമത് ഞാൻ പറയുന്നു, എന്റെ അഭിപ്രായം, ജാതി സംവരണം ഇവിടെ നിർത്തലാക്കണം. കാരണം കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിൽ ആവശ്യത്തിന് വിദ്യാഭ്യാസം എല്ലാ ജാതികളിലും എത്തിക്കഴിഞ്ഞു. ഈ ജാതി സംവരണം വഴി ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതം യോഗ്യരായിട്ടുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ അവസരം ജാതി റിസർവേഷൻ അകത്തല്ല എന്നുള്ള കാരണത്താൽ നഷ്ടപ്പെടുന്നു. യോഗ്യതയുള്ള വിദ്യാഭ്യാസമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ചെറുപ്പക്കാരുടെ ജോലി അവസരമാണ് ഈ ജാതി വഴി നഷ്ടപ്പെടുത്തുന്നത്. ജാതി സംവരണം ഇവിടെ നിർത്തലാക്കണം. കാരണം ഒന്നാമത്തെ കാര്യം, ഇപ്പം LC ആണേലും RC ആണേലും നാടാർ വിഭാഗമാണേലും ഈഴവയാണേലും മുസ്ലിം ആണേലും ഫ്രീ എഡ്യൂക്കേഷനുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. സൗജന്യമായി യോഗ്യതയുള്ളവർക്ക് ഏത് നിലവാരം വരെയും പഠിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ളവർക്ക് ഈ ജാതി റിസർവേഷന്റെ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ശരിക്കും യോഗ്യതയുള്ള തെരഞ്ഞെടുക്കപ്പെടണം. ഈ ജാതി റിസർവേഷൻ ബ്രാക്കറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഈ കള്ളത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതും മാനിപ്പുലേഷൻ നടത്തുന്നതും ഈ അർഹരായിട്ടുള്ളവരെ ഒഴിവാക്കി അനർഹർക്ക് വേണ്ടി ചട്ടവിരുദ്ധമായി സഭാമേലധ്യക്ഷന്മാരും മറ്റ് സമുദായ നേതാക്കന്മാരും ഇതിനു വേണ്ടി കൈക്കൂലി മേടിച്ച് കാശ് മേടിച്ച് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, സംവരണം ജാതി എന്നുള്ളത് എടുത്ത് മാറ്റിയിട്ട് ജോലി കൊടുക്കുന്നതിന്റെ മാനദണ്ഡം അവരുടെ വിദ്യാഭ്യാസവും കഴിവും. കാരണം കേരളത്തിൽ
100% വിദ്യാഭ്യാസവും അതിലുപരി ഏത് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും പഠിക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ ഈ സംവരണം വഴി ഉണ്ടാകുന്നത് ഇത് അഴിമതിയിലേക്ക് ഇപ്പം നയിക്കാൻ തുടങ്ങും. ഇനിയും അതുകൂടാതെ ഈ സംവരണത്തിന്റെ ഏറ്റവും വലിയ അപകടം ജാതി അധ്യക്ഷന്മാർ അല്ലെ സാമുദായിക മേലധ്യക്ഷന്മാർ ഇവർ ഈ സമൂഹത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഈ സമുദായ നേതാക്കന്മാർ. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ സാഹചര്യമൊക്കെ മാറി എല്ലാം ഒരേപോലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഈ ജാതി ഇവിടെ നിലനിൽക്കേണ്ടി വരില്ലല്ലോ. കാരണം ഇപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും തമ്മിൽ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ ഈ ജാതി അപ്രത്യക്ഷമാകും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ഇപ്പോഴും നമ്മൾ ഈ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അതാത് ജാതിയിലുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ റിസർവേഷൻ പിൻവലിക്കുന്നതിൻ്റെ അടുത്ത ദിവസം പൂർവാധിക ശക്തിയോടെ ഈ ജാതി സംവിധാനം തിരിച്ചു വരും എന്ന് പലരും ഭയപ്പെടുന്നു. ഇല്ല സാർ, റിസർവേഷൻ പിൻവലിക്കുന്നതോടി ഈ ജാതി സംവരണം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ജോലി കിട്ടാൻ വേണ്ടി ജാതി പിടിച്ചു നിൽക്കുന്നവരാണ് കൂടുതലും. അല്ലേ ഇപ്പം എത്രയോ ഈഴവരായിട്ടുള്ളവർ ക്രിസ്ത്യൻസിനെയും നായരെയും നായർ തിരിച്ചു മുസ്ലിമും ഒക്കെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാൻ തുടങ്ങി. അവരുടെ മനസ്സിൽ നിന്ന് ഒന്ന് അല്ലെങ്കിൽ ഇത് അവസാനിക്കേണ്ടതല്ലേ. 1% ആളുകൾ അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ 2% ഉണ്ടാകും, വേറെ 5% ഉണ്ടാകും. വലിയ ഭൂരിപക്ഷം ഇപ്പോഴും ഈ ജാതിയിൽ പിടിച്ചു നിൽക്കുകയാണ്. സാറേ ജാതി പിടിക്കുന്നത് എന്തുകൊണ്ടാണ് സാർ? ഈ സാമുദായിക മേലധ്യക്ഷന്മാര് ഈ ജാതി എന്ന് പറഞ്ഞ ബ്രാക്കറ്റിനകത്ത് നിർത്തി ഈ ജനങ്ങളെ വരുതിയിലാക്കുന്നതുകൊണ്ടാണ്. ഇവനൊരു ജോലി വേണമെങ്കിൽ ഈ നേതാവിന്റെ കാലെ പോണം, ഈ അല്ലെങ്കിൽ സാമുദായിക മേലധ്യക്ഷന്മാരുടെ ഒപ്പം സീലും കൊണ്ട് വന്നാലേ അവന്റെ ജീവിതം രക്ഷപ്പെടുത്തുള്ളൂ, അവന്റെ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. അതല്ല, ഇവിടെ സമുദായമല്ല ഭരണഘടനയാ പ്രധാനമെന്ന് വന്നാൽ ഈ ജാതി സംവരണം വഴി ഉണ്ടാകുന്ന ഈ സ്ട്രക്ചർ തകർന്നു കഴിഞ്ഞാൽ ഇവിടെ പൗരന്റെ അവകാശം വർദ്ധിക്കും, പൗരൻ എന്നുള്ള നിലയിൽ അഭിമാനം കൊള്ളും, മതവിദ്വേഷം കുറയും, സാമുദായിക കലാപ അന്തരീക്ഷം മാറും. സാർ ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. എന്തായാലും അത് ഇന്നത്തെ ലോകത്ത് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങ് അതിനാളുകൾ യോജിക്കുമെന്നറിയാം. ഏതായാലും ഫാദർ സാമുവൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ സാമുവലിൻ്റെ സഭ ഞാൻ ചോദിച്ചിട്ടുണ്ടോന്ന് ഇല്ല അല്ലേ? ഫാദർ സാമുവൽ ഗുഡ് ഈവനിങ്. ഫാദർ സാമുവലിന്റെ ഏത് സഭയിലാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇപ്പൊ CSIയിലാണ്, സൗത്ത് ഇന്ത്യ. CSI. പക്ഷേ ഞങ്ങള് മുമ്പ് ബാസിൽ മിഷനുകാരായിരുന്നു. ബാസിൽ മിഷൻ എന്ന് പറഞ്ഞ SIUC ആണ്. ആ SIUC അതർദേവ് നാടാർ, SIUC 2 നാടാറുണ്ട്, അതർദേവ് നാടാറുണ്ട്. ഞങ്ങൾ അതിൽപ്പെട്ടവരാണ്. SIUC അതർദേവ് നാടാർ. ഈ തട്ടിപ്പ് നടത്തിയതിൽ വലിയ ഒരു വിഭാഗം SIUC-കാരാണെന്നാണ് ഇപ്പൊ ഞാൻ റിപ്പോർട്ടർ, ഞങ്ങളുടെ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പറയുന്നത് കേട്ടോ. പ്രദീപ് നെടുമണ്ട കണ്ടുപിടുത്തം. അദ്ദേഹം പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ SIUC-കാർ ഇതിൽ കുറെ പേര് ഇത് വാങ്ങിയെടുക്കുകയാണ്. അവരെ ഒറ്റയടിക്ക് അങ്ങ് മാറും, എന്നിട്ട് വാങ്ങിയെടുക്കണം. സാറ് പറയുന്നത് കുറച്ചൊക്കെ ഒരു ന്യായമുണ്ട്. കാരണം കുറെ പേര് അങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം വില്ലേജിൽ പോയാൽ SI സർട്ടിഫിക്കറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്റെ ഗ്രാൻഡ് ഡോട്ടർക്ക് വേണ്ടിയിട്ട് SI സർട്ടിഫിക്കറ്റ് നോൺ ക്രീമിയലിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ ഞങ്ങൾ പോയി. വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ അവര് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടേ കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായ? എന്റെ ജന്മസ്ഥലം ചോമ്പാലാണ്, മാഹിയുടെ അടുത്ത്. അവിടം വരെ അവരയച്ചു. എന്നിട്ട് അവിടുത്തെ വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റ് വാങ്ങി. അതേ സമയത്ത് തന്നെ ഇവിടെയുള്ളവരെ അന്വേഷിച്ച് എല്ലാം കൂടി ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ വേണമെന്ന് എന്റെ അഭിപ്രായം. കാരണം തട്ടിപ്പ് എവിടെ നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. അതേ സമയത്ത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുകയും വേണം. ഞാന് ഒരു കാലത്ത് ഇത് കിട്ടാൻ പ്രയാസമായപ്പോ കിർത്താസുമായിട്ട് ബന്ധപ്പെട്ടതാ. ഞാൻ കിർത്താസിന്റെ ഓഫീസിലൊക്കെ പോയി അവിടെയുള്ള ഡയറക്ടറൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടതാണ്. അവരെന്നിട്ട് ഞാൻ CSI കത്തികൾ കോഴിക്കോട് ഇരിക്കുമ്പം അവിടെ വന്ന് ഞങ്ങളെ പഴയ രജിസ്റ്ററൊക്കെ നോക്കി SIUC-ക്ക് അർഹതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എഴുതാൻ തുടങ്ങിയത്. എത്രയോ പേർക്ക് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പ്രശ്നം വന്നപ്പോഴാണ് പിന്നെ ബിഷപ്പ്മാര് കൊടുക്കണമെന്ന് പറഞ്ഞത്. ആദ്യം അച്ഛന്മാര് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ അതുപോലെ അതിന് തട്ടിപ്പൊക്കെ നടത്തിയത് കൊണ്ട് പിന്നെ ബിഷപ്പ്മാര് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതിൽ തന്നെ ക്ലാസ് ബിഷപ്പ് ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കാണുന്നുണ്ട്. മനസ്സിലായ? അത് ഞങ്ങളുടെ ഒരു ബിഷപ്പാണ്. അത് തന്നെ, അത് ഞാൻ കണ്ടത്. അതുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. അത് നമ്മള് തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷെ അർഹരായവർക്ക് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. കാരണം SIUC അതർദേവ് നാടാർ ഞങ്ങൾക്ക് അത് കിട്ടണമെന്ന് നിർബന്ധമാണ്. പിന്നെ ലാറ്റിന്റെ ഒക്കെ പോകുന്നത് എന്താ?
ലാറ്റിനിലെ റിസർവേഷൻ പെർസെന്റേജ് കൂടും. അതുകൊണ്ടാണ്. അതെ, SIUC-ക്ക് എല്ലാവർക്കും 1% ഉള്ളൂ അല്ലേ? SIUC-ക്ക് ഒക്കെ 1% ഉള്ളൂ മൊത്തത്തിൽ. അത്രേ ഉള്ളൂ, വളരെ കുറവാ. ലാറ്റിനിൽ 4ആണ്. അപ്പൊ അങ്ങോട്ട് ചെന്നാൽ കൂടുതൽ സാധ്യതയുണ്ട്. അത് തന്നെ അതാ കാരണം. അതുകൊണ്ട് ഇത് സംവരണ ആവശ്യമാണ്. ഇനി ഇവിടെ മുൻപ് പറഞ്ഞവരൊക്കെ ജാതി വേണ്ട, മറ്റ് സാമ്പത്തികം മാത്രം മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം വന്നാൽ നല്ലത് തന്നെയാണ്. പക്ഷെ അത് അടുത്ത ഭാവിയിലൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഏതായാലും ഫാദർ സാമുവൽ ഇതിനെപ്പറ്റി വളരെ ഗഹനമായി പഠിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും വളരെ വളരെ സ്പെസിഫിക് ആണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. ശ്രീമതി ജയ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീമതി ജയ, വളരെ സങ്കീർണമായൊരു വിഷയമാണ് നമ്മളിന്ന് പൊതുവേദിയിലെടുത്തത്. ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്, സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായ പ്രദീപ് നെടുമണാണ് ഈ വിഷയം അന്വേഷിക്കുകയും ഈ വസ്തുതകളൊക്കെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ 100 കണക്കിന് ആളുകൾ ഇങ്ങനെ ജാതി മാറി, മതം മാറി, സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ഇങ്ങനെ പലതരം ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയാണ്. ഇത് തടയാൻ ഈ സർക്കാർ ധൈര്യപ്പെടില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കേണ്ടതുണ്ടോ ശ്രീമതി ജയ? നമസ്കാരം മനു. നമസ്കാരം മനു. ഞാൻ ഈ M.Com കഴിഞ്ഞിട്ട് ഈ 30 വർഷം ഈ ഗൾഫിൽ പോയി കിടന്നത് എന്തിനാ? ഇപ്പം വിഡിത്തമായി പോയല്ലോ. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഒരു പണി കിട്ടിയല്ലോ എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പൊ എന്റെ മോനും അതേപോലെ ഗൾഫിൽ നിൽക്കുകയാണ്. ഇവിടെ ജോലി കിട്ടാഞ്ഞിട്ടാ. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച എന്റെ കുഞ്ഞിന് കിട്ടുവോ പണി ഇവിടെ? എന്താ മനുവിന്റെ അഭിപ്രായം? അങ്ങനെ കിട്ടുമായിരുന്നെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കായിരുന്നു. ഇനി നമുക്ക് എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വാല്യൂ ഒന്നും ഇല്ലല്ലോ. നമ്മള് കളവിയായി ഇവിടെ ഇപ്പൊ അകത്ത് കയറി ഇരിക്കല്ലേ. കുഞ്ഞിനങ്ങനെ അല്ലല്ലോ. അവനൊരു പണി കിട്ടുമായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ഒന്ന് നോക്കാമായിരുന്നു. മനു, ഈ കേൾക്കുന്നതൊക്കെ എന്തുവാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതൊക്കെ എന്തുവാ? നമ്മളൊക്കെ പഠിച്ചത് വെറുതെ ആയിപ്പോയി. ഇത്രയും പൈസ അന്നത്തെ കാലത്തൊക്കെ ഫീസൊക്കെ തുച്ഛമായിരുന്നെങ്കിൽ അന്നത് വലുതായിരുന്നു. അത്രയും ഫീസും ഒക്കെ കൊടുത്ത് പഠിച്ച് ഉള്ള PSC ടെസ്റ്റും ബാങ്ക് ടെസ്റ്റും എല്ലാം എഴുതി നിവർത്തിയില്ലാഞ്ഞ് ഗൾഫിൽ പോയി 30 കൊല്ലം എന്റെ ജീവിതം കളഞ്ഞ്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇങ്ങനത്തെ വാർത്തയൊക്കെ കേൾക്കുമ്പോഴേ എന്തൊരു മനപ്രയാസം ഉണ്ടാവുന്ന അറിയാം. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കീറി കച്ചടയെ കളയണം. അതല്ലേ ചെയ്യേണ്ടെന്ന്. ഏതായാലും ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും എന്നോടൊപ്പം ഇല്ല, ഒരിടപെടിയിലും ഇല്ല. അവരൊന്നും ഇതൊന്നും കണ്ടാ മിണ്ടത്തില്ല. മനു, ഇതൊക്കെ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ? ഇപ്പോഴല്ലേ ഇതിനെപ്പറ്റി ഒരാൾ പോയി കണ്ടുപിടിച്ചതും അത് വാർത്തയായതും ഒക്കെ. അത് നമുക്കൊരു പ്രതീക്ഷയും വേണ്ട മനു. യെസ്, ഓക്കെ, വ്യക്തമാണ് ശ്രീമതി ജയയുടെ പ്രതികരണം. പ്രതീക്ഷ വേണ്ട എന്ന് ശ്രീമതി ജയ പറയുന്നു. അപ്പോൾ പ്രതീഷ് ഉണ്ട് എന്നോടൊപ്പം. ശ്രീ പ്രതീഷ്, ഒരു പ്രതീക്ഷയും വേണ്ട എന്നൊരു പ്രേക്ഷക നമ്മളോട് പറയുകയാണ്. പക്ഷേ ഈ പ്രശ്നം അങ്ങനെ പോകാൻ അനുവദിക്കാനാകില്ല. ഇത് പരിഹരിച്ചേ മതിയാകൂ. ഏത് തരത്തിലുള്ള ഒരു ഇടപെടലിലാണ് പൊതുവെ ആളുകൾ ആഗ്രഹിക്കുന്നത്? എന്തായിരിക്കാം ഇതിനൊരു പോംവഴി എന്ന രീതിയിൽ? തീർച്ചയായും ഇത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് പോകണമെങ്കിൽ ബിഷപ്പിന്റെ ലെറ്റർ ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. ഹലോ ശ്രീ പ്രതീഷ്, എന്തൊരു യുക്തിയുടെ പുറത്താണ് അങ്ങനെ ഒരു ഇത് വന്നത്? വില്ലേജ് ഓഫീസർ ബിഷപ്പ് ഒരു കത്ത് കൊടുത്താൽ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് മനസ്സിലാവാത്തത് സാറേ. കാര്യം നമുക്ക് ഒരു പൊതുജനങ്ങൾക്ക് ഒരു സേവനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സേവനം കിട്ടാൻ നമ്മളൊരു മതമേലധ്യക്ഷന്റെ ലെറ്ററുമായിട്ട് പോകണോ അതോ വില്ലേജ് ഓഫീസറാണ് നമുക്ക് ചെയ്തു തരേണ്ടത്? പിന്നെ വില്ലേജ് ഓഫീസറിന്റെ പണി എന്താണ്? അപ്പൊ ഞങ്ങളൊക്കെ വില്ലേജ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വില്ലേജ് ഓഫീസൊക്കെ പൂട്ടിയിട്ട് ഇതേപോലെ അങ്ങനെ മതമേലധ്യക്ഷന്മാരുടെ എല്ലാവരും പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. റേഷൻ കാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന്. അതാണ് അവസ്ഥ. സർക്കാർ തരേണ്ട ആനുകൂല്യങ്ങൾ മതമേലധ്യക്ഷന്മാരെ നീ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മളവിടെ പൈസ കൊടുക്കണം. സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് സർക്കാരിന്റെ ആനുകൂല്യം കിട്ടാൻ മതമേലധ്യക്ഷന്മാരാണ് പിന്നെ ഈ സർക്കാർ ഓഫീസുകൾ എന്തിനാണല്ലേ? അതങ്ങ് അടച്ചുകൂട്ടി ഇവരെ അതങ്ങ് ഏൽപ്പിച്ചാൽ മതി എന്നാണ് പ്രതീക്ഷ പറയുന്നത് അല്ലേ? അപ്പൊ ഇതിന് പൈസയും വാങ്ങിക്കുന്നുണ്ടല്ലേ? പൈസ കൊടുക്കേണ്ടി വരികയാണ് സർട്ടിഫിക്കറ്റ് പല പള്ളികളിലും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളും റിലേറ്റീവ്സും ഒക്കെ പലരും പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ട്. അപ്പൊ അതാണ് അവസ്ഥ. ഇതിന്റെ ലോജിക്ക് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നമ്മളൊക്കെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് പോയിട്ടത് മുക്കോ സമുദായത്തിന് അർഹതപ്പെട്ട റിസർവേഷനാണ്. അപ്പൊ ഇത് അവർക്ക് ഇത് കിട്ടുന്നുമില്ല. അവരാണെങ്കിൽ അങ്ങേയറ്റം പ്രതിസന്ധിയിലുള്ള ജീവിതമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതെ 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 അതെ, അവർക്കിത് കിട്ടുന്നില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അവർ ബോധേടല്ല.
അവർ കടലിൽ പോകുന്നു, ബാക്കി കുറേ സമയം അവർ പിന്നെ പണിയില്ലാതെ പ്രതിസന്ധിയിലാകുന്നു അല്ലേ? അതെ അതെ, പുതിയ തലമുറയിൽപ്പെട്ട കുറച്ച് പേര് വിദേശത്തൊക്കെ പോയി കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ജീവിക്കുകയാണ്. അപ്പൊ അവർക്ക് നമ്മളിവിടെ ഈ നെയ്യാറ്റിൻകര ഭാഗത്ത്, നെയ്യാറ്റിൻകര രൂപതയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്നിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഏതായാലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം അല്ലേ നമുക്ക്? നടപടി ഉണ്ടാവണം സാർ, അടുത്ത തലമുറയിലെങ്കിലും ആ ഒരു നടപടി രക്ഷപ്പെടണം, അതാണ് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീലേഖ എന്നൊരു പ്രേക്ഷക കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീലേഖ വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീമതി ശ്രീലേഖ കേൾക്കാമോ? കേൾക്കാം. ശ്രീമതി ശ്രീലേഖയ്ക്ക് ഇങ്ങനെയുള്ള ഈ തട്ടിപ്പിന്റെ കഥകൾ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ മറ്റൊരു പ്രേക്ഷക എന്നോട് പറഞ്ഞത്, ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ചു, അവർ പക്ഷേ 30 കൊല്ലം മുമ്പ് പ്രവാസ ജീവിതത്തിലേക്ക് പോയി, ജോലി അവിടെയാണ് കിട്ടിയത്. അപ്പോൾ ആളുകളിങ്ങനെ വലിയ പ്രതീക്ഷയോടെ പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകളെയൊക്കെ വിഡ്ഢികളാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ വരുന്നത്. ശ്രീമതി ശ്രീലേഖ ഇതിനെ എങ്ങനെ നോക്കിക്കാണും? ഇതിനെ വളരെയധികം ഒരു കുറ്റബോധത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഞാൻ തന്നെ 4 പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് എലിജിബിലിറ്റി, നമ്മുടെ കേരളം മാത്രമല്ല മൊത്തത്തിൽ ഇന്ത്യയിലുണ്ട്. ഈ ജാതി സംവരണം കൊണ്ട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ഉറക്കൊളിച്ച് പഠിച്ച് ഒരാൾ 4 പോസ്റ്റ് ഗ്രാജുവേഷനും ഇതൊന്നും പഠിച്ച് പാസ്സാവാൻ പാടില്ലേ? നമുക്ക് പരീക്ഷയിൽ പാസ്സായാലും കാര്യമില്ല. സംവരണം ഇപ്പൊ പിള്ളേർക്ക് ഇഷ്ടമുള്ള ജോലി എടുക്കാനായിട്ട് സാഹചര്യം കൊടുക്കണില്ല. എല്ലാവർക്കും ഇങ്ങനെ ഉദ്യോഗസ്ഥർ കാരണം സർക്കാർ ജോലി കിട്ടണം, നമ്മളെ പോലുള്ളവർക്ക് കിട്ടണവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറെ പേര് പിൻവാങ്ങി പോയിട്ടുണ്ട്. അതറിയാം, പലതരത്തിലുള്ള ജോലി ചെയ്താലേ നമ്മുടെ ഈ കേരള ഒക്കെ വികസിച്ച് ഇന്ത്യയിലും വികസിച്ച് മുന്നോട്ട് പോവുള്ളൂ. അതിന് സാഹചര്യം കൊടുക്കണില്ല. അതറിയാം, ഇപ്പൊ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെ കൊടുത്തിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. 15-21 ദിവസമായി ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നീങ്ങിയിട്ടില്ല. അപ്പൊ എന്തിനിങ്ങനെ സുഖിക്കാനായിട്ട് കുറെ ഇരിക്കാനുള്ള ജോലി നമുക്ക് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത്? ഒരു തൊഴിൽ മര്യാദക്ക് ചെയ്യാൻ പറ്റണില്ല. നാട്ടുകാരെ മുമ്പിൽ എങ്ങനെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടി ചമഞ്ഞ് നടക്കണം. ആത്മാർത്ഥത വേണം. നമ്മുടെ രാജ്യത്തിനോടായാലും സംസ്ഥാനത്തിനോടായാലും നമുക്കായാലും ഉള്ള ജോലിയിൽ ആത്മാർത്ഥത വേണം. അല്ലാണ്ട് സംവരണം കൊണ്ട് കുറെ കസാരമായി ചേച്ചിരിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വളരെ നന്ദി. ഏതായാലും ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവച്ചതിലും സന്തോഷം. അവിടെ ഇരുന്ന് പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിലും സന്തോഷം. കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് കുറേ കാലമായി നടക്കുകയാണ് കേട്ടോ കേരളത്തിൽ. ഇത് പെട്ടെന്നൊരു ഈ അടുത്ത കാലത്തുണ്ടായതല്ല. ഇതിൽ ആസൂത്രിതമായ നീക്കം നടക്കുന്നു എന്ന് സംശയിക്കത്തക്ക കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ ഉണ്ട്. നമ്മുടെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആനുകൂല്യമാണ് ഇങ്ങനെ തട്ടിയെടുക്കുന്നത് എന്നതാണ് അതിലേറ്റവും ദുഃഖകരമായ കാര്യം. അപ്പോൾ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും, ഇത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ 13% ഉള്ളപ്പോഴാണ് ഈ ലറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ 4% ആണ് അവരാകെ ഉള്ളത്. അതിൽ നിന്നാണ് ഇത് മറ്റ് വിഭാഗങ്ങളിലെ ആളുകൾ പോയി ഇത് തട്ടിയെടുക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ ഒരു കാരണം? നമസ്കാരം. സംവരണത്തിന്റെ പേരില് തട്ടിപ്പ് നടക്കുന്നത് കുറെ കാലമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എസ്.സിക്കാര് SC ആണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങുക, ST ആണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങുക, പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങുക, ഇതെല്ലാം കുറെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിലാണ് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന് പരിഹരിക്കാനായിട്ടുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആരെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയെന്ന് അറിഞ്ഞാല് അതിന് പരാതി ഉണ്ടാവുകയും അതിന് അന്വേഷണം നടത്തുകയും അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നടപടിയും കൂടി ഉണ്ടാവണം. ഈ പറഞ്ഞ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ല, പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ലാറ്റിൻ കാത്തലിക്കായി മാറുകയാണല്ലോ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ. അവർ നായരായാലും അല്ലെങ്കിൽ സംവരണാനുകൂല്യം അർഹതയില്ലാത്തവരായാലും അവർ പോയി ലാറ്റിൻ കാത്തലിക് ആവുകയാണ്. അവിടെ പൈസ അടയ്ക്കുന്നു, അച്ഛൻ ബിഷപ്പ് കത്ത് കൊടുക്കുന്നു, ആ കത്തുമായി വരുന്നു, ഞാൻ ലാറ്റിൻ കാത്തലിക്ക എന്ന് പറയുന്നു, 4% സംവരണം പിറ്റേ ദിവസം കൊണ്ട് അവർക്ക് ലഭ്യമാകുകയാണ്. ഇത് വിരൽ ചൂണ്ടുന്നത് ഈ മതസംവരണത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കൂടിയല്ലേ? ഒരു നായർ കയറി ലാറ്റിൻ കത്തോലിക്കനാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകാൻ പാടില്ല. വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എങ്ങനെയാന്ന് വെച്ചാല്, അവരുടെ ഈ പറഞ്ഞ ആള് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോ അയാളോട് അയാളുടെ SLC ബുക്ക് കൊണ്ടുവരാൻ പറയും. അതിനകത്ത് അയാളുടെ SLC ബുക്കിനകത്ത് അയാൾ SC ആണോ ഈ പറഞ്ഞ ഏത് വിഭാഗമാണെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടാണ് ഇത് കൊടുക്കുക. അല്ലാതെ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ ഒരു ജാതിയിൽ നിന്ന് വേറൊരു ജാതിയിലേക്ക് മാറാനുള്ള സംവിധാനം ഇല്ല. ഇനി അങ്ങനെ സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പന്റെ അല്ലെ അമ്മയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും.
അത് കൊണ്ടുവരാൻ പറയും. എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി അവര് കാലങ്ങളായി ഈ പറഞ്ഞ ജാതിയിൽപ്പെടുന്നവരാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം. അല്ല, ഇതിൽ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ ലത്തിൻ കത്തോലിക്കൽ, മുക്കുവർ, നാടാർ, ഈഴവ, പരവ അങ്ങനെ പല വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറപിടിച്ചാണ് ഈ സാമുദായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. അപ്പോൾ അതിൽ നേരത്തെ ഈ വിഭാഗം ഏത് എന്ന് സൈഡിൽ സ്പെസിഫൈ ചെയ്തിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ആ ഇതില്ല. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു സാഹചര്യമായി. നാടാർ സമുദായത്തിന് കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ മുക്കുവ സമുദായത്തിന് കിട്ടുന്നതായ ആനുകൂല്യം ഇപ്പോൾ ആ പേരില്ലാത്തത് കൊണ്ട് തന്നെ അത് എല്ലാവർക്കും കിട്ടുന്ന തരത്തിലേക്ക് വരുന്നു. അതാണ് ഇതിലുണ്ടായിട്ടുള്ള കുഴപ്പം. മാത്രമല്ല ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റു പലയിടത്തും ഈ നോൺ ക്രീമി ലെയർ ആയിരിക്കണം. ക്രീമി ലെയർ എന്ന് വെച്ചാൽ പാൽപ്പാടെന്നല്ല, സമ്പന്നർക്ക് ഇതിന് അർഹതയില്ല. പക്ഷേ ഇവിടെ ആ പ്രശ്നവുമില്ല. നിങ്ങൾ പണക്കാരനായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സംവരണം കിട്ടുന്നു. സംവരണം സാമ്പത്തികാടിസ്ഥാനത്തിനല്ലല്ലോ ഉള്ളത്. അല്ല, മറ്റേ OBC-ക്ക് ക്രീമി ലെയർ ഉണ്ട്, ബാധകമാണ്. ഇവിടെ ഇത് അത് ബാധകമല്ല. അത് OBC-ക്ക് മാത്രമേ ഉള്ളൂ. OBC-ക്ക് മാത്രമുള്ളതാണ്. SC ST-ക്ക് ഇല്ല, ഇവർക്കും ഇല്ല. അപ്പൊ ഇവര് തലമുറകളായി ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ടവരാണോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അതെ, അത് പരിശോധിക്കുന്നതിന് ബിഷപ്പാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സഹായരേഖ എന്ന് പറയുന്നത് ബിഷപ്പ് നൽകുന്ന കത്താണ്. അത് പൈസ കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് തെറ്റാണ്. ബിഷപ്പുമാർ ഈ പറഞ്ഞ പോലെ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരാണെന്നാണല്ലോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ പറയുന്നത്. അങ്ങനെ ബിഷപ്പുമാരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് തന്നെ തെറ്റാണ്. അവരുടെ ഒറിജിനൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വില്ലേജ് ഓഫീസർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ആ വിഷയം കിർത്താഡ്സിന് റെഫർ ചെയ്യണം. കിർത്താഡ്സിന്റെ സംവിധാനമുണ്ട് കേരളത്തില്. അല്ല, ഇത് സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ബന്ധപ്പെട്ട ബിഷപ്പ് പ്രധാനം നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികൃതർ സഹായരേഖയായി പരിഗണിക്കണം എന്ന് പറയുന്നത് എപ്പോഴാണ്? 2012 അങ്ങനെ ഒരു ഉത്തരവിറക്കുകയാണ്. അതിനുശേഷം വ്യാപകമായ ജാതിമാറ്റം നടന്നു. 2016 സർക്കാർ ഇത് സംബന്ധിച്ച് നിർദ്ദേശം ഇറക്കി. അതും ഫലം കണ്ടില്ല. 1947 ഈ നിബന്ധന പൂർണ്ണമായി എടുത്തു കളയണമെന്ന് ഉള്ള ആവശ്യമാണ് പിന്നെ രൂപത ഉന്നയിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇത് കൂടുതൽ വ്യാപകമായി ജാതിമാറ്റം നടക്കുമെന്ന് അവരാഗ്രഹിക്കുന്നു, കരുതുന്നു. ആ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംവരണ ആവകാശം മുഴുവൻ ഇങ്ങനെയുള്ള ആളുകൾ തട്ടിയെടുക്കുകയും ചെയ്യും. പക്ഷേ ആ സഭയുടെ അംഗസംഖ്യ വളരും. അത് ചിലപ്പോൾ വളരുകയായിരിക്കും. അതെ, അത് വളർത്താൻ സാധിക്കുന്നുള്ളതല്ലാതെ യാതൊരു കാരണവശാലും മതമേലധ്യക്ഷന്മാരുടെയോ സാമുദായിക സംഘടനയുടെയോ ലെറ്റർ വാങ്ങി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല. സംശയം തോന്നിയാൽ കിർത്താഡ്സിന് റെഫർ ചെയ്യണം. അവർക്ക് രേഖകളുണ്ട്. കേരളത്തിലെ എല്ലാ ആളുകളുടെയും രേഖകൾ കിർത്താഡ്സിന് കണ്ടുപിടിക്കാൻ പറ്റും. അവർ വന്ന് പരിശോധിച്ച് അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അതിന്റെ തലമുറകൾ അതിന് മുൻ തലമുറയുടെ ജാതി സമുദായം ഏതാണെന്നോ അന്വേഷിച്ചോ കണ്ടുപിടിച്ചോ അവർക്ക് കൊടുക്കാൻ പറ്റും. വില്ലേജ് ഓഫീസർക്ക് സംശയം തോന്നുന്ന സമയത്ത് അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. യാതൊരു കാരണവശാലും സമുദായ നേതാക്കന്മാരുടെയും ബിഷപ്പുമാരുടെയും അച്ഛന്മാരുടെയും ഒന്നും സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല. അത് ഈ പറഞ്ഞ അഴിമതിക്കും വേണ്ടാധീനങ്ങൾക്കും എല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു സംഭവമാണ്. യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. ജയകുമാർ എന്നോട് ഒരിക്കൽ കൂടി ചേരുന്നു. ജയകുമാർ എന്തോ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അത് സാർ വന്ന് ചർച്ച ഈ സംവരണം എന്ന് പറയുന്നത് ഒരു തൊഴിൽദാന പദ്ധതിയൊന്നും അല്ല. ഇത് ഭരണഘടന രൂപീകരിക്കുമ്പോൾ തന്നെ ഈ വൈവിധ്യമാർന്ന സമൂഹത്തിലെ എല്ലാവർക്കും ജനാധിപത്യത്തിലെ അധികാര പങ്കാളിത്തം വരുന്നതിന് വേണ്ടിയാണ് ഇതുണ്ടായത്. അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല, തൊഴിൽദാന പദ്ധതിയൊന്നും അല്ല. അതുകൊണ്ടാണ് അതിന്റെ ആനുപാതിക പ്രാതിനിധ്യം വരിക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നം വന്നെന്ന് വെച്ചാൽ ഇത് 2000 അതായത് ഈ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നും ഈ അധികാര പങ്കാളിത്തം വരുന്നുണ്ടോന്ന് പരിശോധിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ കമ്മീഷൻ വെക്കാറുണ്ട്. അങ്ങനെ കേരളത്തിൽ വെച്ച ഒരു കമ്മീഷനാണ് നരേന്ദ്രൻ കമ്മീഷൻ. ഈ നരേന്ദ്രൻ കമ്മീഷൻ 2000 ഒരു റിപ്പോർട്ട് കൊടുത്തു. ഒന്ന് ശ്രദ്ധിച്ചോളുക, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചോളുകയും ചെയ്യും. ഈ 2000 2% സംവരണമുള്ള നാടാർ സമുദായത്തിൽ 2614 തസ്തികകൾ റാങ്ക് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് നിയമിച്ചിട്ടില്ല. 4% സംവരണമുള്ള ഈ LC സംവരണത്തിൽ 4370 തസ്തികകൾ നിയമിച്ചിട്ടില്ല. 1% പരിവർത്തിത ക്രിസ്ത്യാനി 2290 വേക്കൻസികൾ റാങ്ക് ലിസ്റ്റിൽ പേര് വരാത്തതുകൊണ്ട് നിയമിച്ചിട്ടില്ല. അപ്പൊ അതിനുശേഷമാണ് ഇതിലേക്കുള്ള തള്ളിക്കയറ്റം വന്നത്. ഇങ്ങനെ ഈ വേക്കൻസി നല്ലൊരു മാർഗമാണെന്ന് കണ്ടു. വേക്കൻസി ഉണ്ട്, അത് ഇത് വെച്ചാൽ അതിൽ കയറി പിടിക്കാം. അപ്പൊ ഈ വിഭാഗങ്ങൾ ഈ പരിവർത്തിത ക്രിസ്ത്യാനി LC-ക്കകത്തും നാടാർ സമുദായത്തിൽ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. വേറെ ഒരിടത്തും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നാടാർ SIUC-ക്കും നാടാർ ഹിന്ദുവിനെ സംവരണമുള്ളൂ. ബാക്കിയുള്ള വിഭാഗത്തിൽ ഇപ്പൊ 2020 അവരെ ഈ OBC കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ
ഈ സാങ്കേതികത്വങ്ങൾ മാറണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ അല്ല UPSC അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡം കേരളത്തിൽ നടപ്പിലാക്കിയാൽ മാത്രം മതി, ഇഷ്യൂ തീർന്നു. ഇവിടെ ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട സംഘടിതമായ സംവിധാനം, അത് സമുദായ സംവിധാനമാവാം, മത സംവിധാനമാവാം, പിന്നെ സഭാ സംവിധാനമാവാം, അവര് ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നേടിയെടുക്കുന്നതാണിത്. അതിൽ ബലിയാടാകളാവുന്ന പാവപ്പെട്ട വിശ്വാസ സമൂഹമാണ്. ആ വിശ്വാസ സമൂഹം പ്രതികരിച്ചു തുടങ്ങുമ്പോൾ ഈ പ്രശ്നം തീർന്നോളും. യെസ്, വ്യക്തമാണ്. ഏതായാലും ആ വിശ്വാസി സമൂഹം പ്രതികരിച്ചു തുടങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്കും ലഭിക്കുന്നത്. കാരണം പല ആളുകൾ ഇന്നിപ്പോൾ ഈ പൊതുവേദിയിലേക്ക് തന്നെ അവരുടെ പ്രതികരണമായി ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറായി വന്നു എന്നത് തന്നെ ഇതിൽ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കാൻ ഈ കേരളം തയ്യാറാകില്ല എന്നാണ് വ്യക്തമാകുന്നത്. പ്രദീപ് കണ്ടെത്തിയ ഈ ഞെട്ടിപ്പിക്കുന്ന വസ്തുത കേരളം വരും ദിവസങ്ങളിൽ ഏറ്റെടുത്ത് വലിയ തോതിൽ ഈ വിഷയം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് പൊതുവേദിയും പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. നമ്മൾ ഉന്നയിച്ച ഒരു പ്രധാന ചോദ്യം ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകുമോ, അനർഹരെ പുറത്താക്കുമോ എന്നായിരുന്നു. അപ്പോൾ 73% ആളുകളും പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഈ സർക്കാർ അനർഹരായ ആളുകളെ കണ്ടെത്തി അവരെ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കുമെന്ന്. അപ്പോൾ 27% ആളുകൾ അത് കണ്ടില്ലെന്ന് നടിക്കും എന്നാണ് അവർ കരുതുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.